നമസ്കാരം, ജസ്റ്റിൻ ലോയിസ് ഫ്രം ഡബ്ലിൻ ബല്ലു വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, കുറച്ച് ബിസി തിരക്കുകളൊക്കെ ആയിരുന്നു. സോ അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ള നമ്മുടെ വലിയൊരു സന്തോഷമാണ് ആക്ച്വലി. സോ ഞാനിവിടെ ഡബ്ലിനിൽ ചർച്ചിലൊക്കെ പോകുന്ന ഒരാളാണ് ആക്ച്വലി. സോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് എൻ അമേസിംഗ് ഡേ. ഇന്നത്തെ നമ്മുടെ രാവിലത്തെ മോർണിംഗ് കുർബാനയിൽ 10 മണിക്കത്തെ കുർബാനയിലും നമുക്കൊരു ബൈബിൾ വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ. സോ ഇന്നത്തെ ദിവസം അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇംഗ്ലീഷ് പള്ളിയിൽ ആളുകളുടെ മുന്നിൽ, കുറെ ആളുകളുടെ മുന്നിൽ നമുക്ക് ഇന്ന് ബൈബിൾ വായിക്കാൻ ഒരു അവസരം കിട്ടി. ദൈവത്തിന്റെ വലിയൊരു കൃപയാണെന്ന് വിശ്വസിക്കുകയാണ്. സോ വിച്ച് ഇസ് എൻ അമേസിംഗ് ഡേ. നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ട് മീൻസ് ചർച്ചിൽ വരുന്ന ആളുകളുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. സോ അതിന്റെ ഒരു സന്തോഷമാണ് ഇന്നത്തെ മോർണിംഗിലുള്ളത്. ആ സന്തോഷത്തോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ഡേ തുടങ്ങാം. സോ വെൽക്കം ടു ഡബ്ലിൻ ബല്ലു വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് ഒത്തിരി പേര് നമ്മൾക്ക് പല രീതിയിലുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിലൊരു ഡൗട്ട് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സോ ഡൗട്ട് മോസ്റ്റ്ലി ചോദിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ്. വൈ? ബിക്കോസ് നമുക്ക് അതിനെക്കുറിച്ച് അവർക്ക് ഈ നമ്മുടെ കൃപാസനം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പാലിച്ചു പോകേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് കുറെ ഡൗട്ടുകളുണ്ട്. ഓഫ് കോഴ്സ് അത് സാധാരണ വരാം. അവർക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അവരതൊക്കെ ചോദിക്കുന്നത്. സോ അങ്ങനെ ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, കൃപാസന ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോവോ, പൂജ ചെയ്യാവോ, അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ പാലിക്കാവോ? അതൊക്കെ നിങ്ങളുടെ ആചാരങ്ങളിൽപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതൊക്കെ നിങ്ങളുടെ രീതിയാണല്ലേ. അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൃപാസനത്തിലേക്ക് വരുന്നത്. കൃപാസനത്തിലേക്ക് വരുന്ന നമ്മുടെ അമ്മയിലുള്ള വിശ്വാസം, പരിശുദ്ധ അമ്മയിലുള്ള ആ ഒരു വിശ്വാസവും അതൊക്കെ കൊണ്ടാണ് നമ്മൾ വരുന്നത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് അനുഗ്രഹം കേട്ട് പോകുന്നു. അതല്ലാതെ ഒരു മതപരമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് അത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, നിങ്ങൾക്ക് പോകേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമ്മയിലെ വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ കൃപാസന ഉടമ്പടി എടുത്തതും കൃപാസന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നതും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഡൗട്ട് അടിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരാം. അതിനോടൊപ്പം നിങ്ങളുടെ കൃപാസന പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചു പോകാൻ തന്നെയാണ് പറയാനുള്ളത്. അതല്ലാതെ നിർത്തി അവിടെ നിന്ന് ചേഞ്ച് ഇങ്ങോട്ട് വരണം അങ്ങനെയൊന്നും അല്ല എന്നതിനകത്ത് മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കൃപാസന ഉടമ്പടി എടുത്തിരിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നതിനോ അമ്പലത്തിൽ ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് ഒരു സ്ഥലത്തും പറഞ്ഞു തരുന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഒരു കൺഫ്യൂഷൻസ് വേണ്ട. നമ്മുടെ ക്രിസ്ത്യൻസിന്റെ വലിയൊരു പിൽഗ്രിം സെന്റർ ആണ് ഓഫ് കോഴ്സ് കൃപാസനം. കൃപാസനത്തിൽ വരുന്ന പല രീതിയിലുള്ള മതത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. സോ അപ്പൊ അതിൽ നിന്നും ഒരു തടസ്സങ്ങളുമല്ല അവർക്ക് അവരുടേതായ ആചാരങ്ങൾ പാലിച്ചു പോയിക്കൊണ്ട് തന്നെ നമ്മുടെ മാതാവിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കൃപാസന ഉടമ്പടി ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആചാരങ്ങൾ കാര്യങ്ങളൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് തന്നെ പോവാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൃപാസന ഉടമ്പടിയിൽ കൊണ്ടുപോവുക. അതുപോലെ നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.